UDF സർക്കാർ വന്നു, പണപ്പിരിവും തുടങ്ങി. ഒന്നാം പിണറായി സർക്കാർ അധികാരം ഏറ്റ ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് പറഞ്ഞത്, എൻ്റെ പേരിൽ അവതാരങ്ങൾ ഉണ്ടാകും, ആ അവതാരങ്ങളെ നിങ്ങൾ ആരും അടുപ്പിക്കരുത്. നമ്മൾ അവതാരങ്ങൾ എന്ന് കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ അവതാരങ്ങൾ എന്നാണ് തെറ്റിദ്ധരിക്കാറ്. പക്ഷേ പിണറായി വിജയൻ പറഞ്ഞ അവതാരങ്ങൾ അങ്ങനെയല്ല. ചെറുകിട അധികാര ദല്ലാളുമാരാണ് അദ്ദേഹം സൂചിപ്പിച്ച ഈ അവതാരങ്ങൾ. അങ്ങനെ പറയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് മുൻകാല UDF സർക്കാരുകളാണ്. UDF സർക്കാരുകൾ അധികാരത്തിലെത്തുമ്പോൾ തന്നെ ഇത്തരം ചെറുകിട അധികാര കേന്ദ്രങ്ങൾ രൂപപ്പെടും. അത് കോൺഗ്രസിൽ മാത്രമല്ല, ഘടകകക്ഷികളായ മുസ്ലിം ലീഗിലും RSPയിലും അടക്കമുള്ള എല്ലാ ഘടകകക്ഷികളിലും ഇത്തരം അവതാരങ്ങൾ ഉണ്ടാകും. അതായത് ഇടനിലക്കാർ എന്ന് പറയുന്ന അധികാര കേന്ദ്രങ്ങൾ, അല്ലെങ്കിൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ദല്ലാളുമാരാണ് ഈ പിണറായി വിജയൻ പറഞ്ഞ അവതാരങ്ങൾ. എന്നാൽ വിധിയുടെ വിളയാട്ടം എന്ന് പറയട്ടെ, പിണറായി വിജയന്റെ ഓഫീസിൽ തന്നെ പിന്നീട് അവതാരങ്ങളുടെ ബഹളമായി. പിണറായി വിജയൻ തന്നെ ഏറ്റവും അവസാനം ഒരു അവതാരമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അദ്ദേഹത്തിന്റെ പതനത്തിന് കാരണവും ഈ അവതാരമാണ്. ഇപ്പോൾ VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ അധികാരത്തിൽ വന്നു. ഇതാ തലപൊക്കി തുടങ്ങി അവതാരങ്ങൾ, ദല്ലാളുമാർ വന്നു തുടങ്ങി. എന്താണ് UDF ഭരിക്കുമ്പോഴും LDF ഭരിക്കുമ്പോഴുമുള്ള ഈ ദല്ലാളന്മാരുടെ അവസ്ഥ? LDF ഭരിക്കുമ്പോൾ പ്രത്യേകിച്ച് CPIM-ൽ നിന്ന് ഒരു കാര്യം നേടിയെടുക്കണമെങ്കിൽ ഏരിയ സെക്രട്ടറിയുടെ കത്ത് വേണം, ജില്ലാ സെക്രട്ടറിയുടെ കത്ത് വേണം, അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ കത്ത് വേണം. ഇത്തരം ശുപാർശ കത്തുമായി ചെന്നെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാതെ അവർ അങ്ങനെ നേരിട്ട് പണം വാങ്ങുന്ന ഒരു ഇടപാട് CPM-ന് ഇല്ല. അതാണ് അത് പൊതുവായിട്ടുള്ള അവരെ കുറിച്ച് പറയുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും അവരെ കുറിച്ച് പറയുന്ന ഒരു നന്മ അതാണ്. പ്രത്യേകിച്ചും CPM ഭരണത്തിലിരിക്കുമ്പോൾ അഴിമതി ആരോപണങ്ങൾ എന്നതിനപ്പുറത്തേക്ക് കൃത്യമായ ഒരാളെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി ശിക്ഷിച്ചതായി നമുക്ക് അറിയില്ല. അതേസമയം UDF-ന്റെ കാലത്ത് ആണെങ്കിൽ ബാലകൃഷ്ണ പിള്ള അടക്കമുള്ളവർ ജയിലിൽ പോയിട്ടുണ്ട്. CPM ഭരിക്കുമ്പോൾ അഴിമതി പൊതുവെ കുറവാണ്. എന്നാൽ UDF-ന്റെ കാലം വരുമ്പോഴേക്കും ഇത്തരത്തിലുള്ള ശുപാർശ കത്തുകളല്ല അവിടെ ഉണ്ടാകുന്നത്. മറിച്ച് അവിടെ കതറിട്ട ആൾക്കാർ അവിടെ ദല്ലാളുമാരായി വരുന്നു. മുസ്ലിം ലീഗിലും അതെ, മറ്റ് ഘടകകക്ഷികളും അതെ, ഇത്തരത്തിലുള്ള ദല്ലാളുമാർ അവതരിക്കുകയായി. അവർ പ്രധാനമായും സർക്കാർ ജീവനക്കാരുടെ സ്ഥലം മാറ്റം, സർക്കാർ ജീവനക്കാരുടെ സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ പ്രമോഷൻ, അതുമല്ലെങ്കിൽ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്കുള്ള പിൻവാതിൽ നിയമനം, ചെറുകിട കരാറുകാർ, വൻകിട കരാറുകാർ, ഇത്തരക്കാരിൽ നിന്നാണ് പണം വാങ്ങുന്നത്. അവർക്ക് പണം കൊടുത്തു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ ശരിയാകും. അതിനകത്ത് ഒരു പാർട്ടിയൊന്നും നോക്കില്ല, പണമാണ് മുഖ്യം. പണം വാങ്ങിക്കഴിഞ്ഞാൽ അതിലെ ഒരു വിഭാഗം ഈ നേതാവിനും മറ്റു വലിയൊരു വിഭാഗം അതത് വകുപ്പുകളിലേക്കും പോകും. അങ്ങനെയാണ് UDF-ന്റെ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പിണറായി വിജയൻ ഈ അവതാരങ്ങളെ കുറിച്ച് പറഞ്ഞത്. മുൻപുള്ള അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം അവതാരങ്ങളെ കുറിച്ച് പറഞ്ഞത്. ഇപ്പോൾ UDF സർക്കാർ അധികാരം ഏറ്റെടുത്തിരിക്കുന്നു. ഇതാ വരുന്നു അവതാരങ്ങൾ, അല്ലെങ്കിൽ ഈ ദല്ലാളുമാർ, പ്രാദേശിക ദല്ലാളുമാർ തലപൊക്കി തുടങ്ങി. അതിന്റെ ഒന്നാമത്തെ ഒരു ഉദാഹരണം തൃശ്ശൂരിൽ നിന്നാണ്. കോൺഗ്രസിന്റെ അനുകൂല സംഘടനയാണല്ലോ NGO അസോസിയേഷൻ. ആ NGO അസോസിയേഷന്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റും ഇരിങ്ങാലക്കുട പൊതുമരാമത്ത് ഉപവിഭാഗം ഹെഡ് ക്ലർക്കുമായ സന്തോഷ് തോമസ് ആണ് ഈ ദല്ലാളായി വന്ന് ഇപ്പോൾ വിജിലൻസിന്റെ പിടിയിലായിരിക്കുന്നത്. സന്തോഷ് തോമസ് ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ UDF ആണ് അധികാരത്തിൽ എത്തിയതെന്ന് ഉറപ്പായപ്പോൾ തുടങ്ങിയതാണ് പിരിവ്. അന്നു മുതലേ അയാളെ വിജിലൻസ് നോട്ടമിട്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ അയാൾ കുടുങ്ങിയിരിക്കുകയാണ്. ഈ സന്തോഷ് തോമസ് പ്രധാനമായും പറയുന്നത്, സർക്കാർ ജീവനക്കാർക്ക് സ്ഥലം മാറ്റം ഞാൻ ഉറപ്പാക്കാം, പൈസ തന്നാൽ മതി. അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം, അതിനും പൈസ തന്നാൽ മതി. ഇനി കരാറുകാരാണെങ്കിൽ കരാറുകാർക്കും ഏത് കരാറാണെന്ന് വെച്ചാൽ അവർക്ക് പൈസ തന്നു കഴിഞ്ഞാൽ ആ കരാറ് അവരെ ഏൽപ്പിക്കും. അപ്പോൾ ഇയാളെ വിജിലൻസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു അവതാരത്തെ, അല്ലെങ്കിൽ ഈ ഒരു ദല്ലാളിനെ, ഖദറിട്ട ദല്ലാളുമാരാണ് ഇവർ. അപ്പോൾ ഇയാളുടെ ഓഫീസ് റെയ്ഡ് ചെയ്തപ്പോൾ വിജിലൻസിന് കിട്ടിയത് 16,500 രൂപയാണ്. ഇയാൾ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ മുതൽ തുടങ്ങിയ പിരിവാണ്. ഗൂഗിൾ പേ വഴിയാണ് ഇയാൾ പൈസ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. 20,000 രൂപ, 25,000 രൂപ തുടങ്ങിയവയാണ് സർക്കാർ ജീവനക്കാരിൽ നിന്ന് ഇയാൾ പിരിച്ചത്. സ്ഥാനമാറ്റത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്ഥലം മാറ്റത്തിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇയാൾ പൈസ മേടിച്ചത്. പ്രൊമോഷൻ തരാം എന്നൊക്കെ പറഞ്ഞാണ് ഇയാൾ പൈസ മേടിച്ചത്. അത്തരത്തിൽ കരാറുകാരിൽ നിന്നും പൈസ മേടിച്ചിട്ടുണ്ട്. കരാറുകാരെന്ന് പറയുന്നത് റോഡ് കരാറുണ്ട്,
അതേപോലെ തന്നെ സർക്കാരിന്റെ എന്തെങ്കിലും ഒരു പദ്ധതി വരുമ്പോൾ ആ കരാർ ഏറ്റെടുക്കുന്നതുണ്ട്. ചെറുകിട കരാറുകൾ, വൻകിട കരാറുകൾ. അത് വൻകിട കരാറുകളാകുമ്പോൾ കൂടുതൽ പണം വരും, ചെറുകിട കരാറുകളാണെങ്കിൽ അതിന് തക്കതായിട്ടുള്ള പണം വരും. ഇങ്ങനെയാണ് ഈ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് കോൺഗ്രസ്സുകാരിലും ലീഗുകാരിലും ഘടകകക്ഷികളിലുമൊക്കെയുള്ള അധികാര ദല്ലാളുമാർ വരുന്നത്. അവർക്ക് ആകെ ചെലവെന്ന് പറയുന്നത് ഒരു ഖദർ മാത്രമേ ഉള്ളൂ. വേറെ ഏതെങ്കിലും ഒരു സ്ഥാനം കൂടെ മതി. അത് ഏതെങ്കിലും ഒരു പാർട്ടി സ്ഥാനമായിരിക്കും, DCC എന്ന് പറഞ്ഞൊരു സംഗതിയോ അല്ലെങ്കിൽ മണ്ഡലം പ്രസിഡന്റോ മണ്ഡലം സെക്രട്ടറിയോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇവർ അവതരിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ CPM ഭരിക്കുമ്പോൾ ഈ കത്തുകളുടെ ഒരു പ്രവാഹമാണെങ്കിൽ, കോൺഗ്രസ് ഭരിക്കുമ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF വരുമ്പോഴേക്കും അത് പണമായി മാറുന്നു. മറ്റിടത്ത് ഈ പറയുന്ന കക്ഷത്ത് കട്ടവെച്ച ഈ നേതാക്കന്മാരുടെ കത്തുകളാണ് വേണ്ടത്, ഇവിടെയാണെങ്കിൽ പണമാണ് വേണ്ടത്. അങ്ങനെ അവതാരങ്ങൾ വന്നു തുടങ്ങി. ഖദറിട്ട അവതാരങ്ങൾ ഇനി സെക്രട്ടേറിയറ്റിന്റെ തിണ്ണയിൽ കാണും, മന്ത്രിമന്ദിരങ്ങളിൽ കാണും, മന്ത്രിമാരുടെ പുറകെ കാണും, MLA-മാരുടെ പുറകെ കാണും. അത്തരത്തിലുള്ള അവതാരങ്ങളുടെ അല്ലെങ്കിൽ ദല്ലാളുമാരുടെ ഒരു ഭരണമാണ് ഇനി 5 വർഷം വരിക എന്നാണ് മുൻകാല അനുഭവം വെച്ചിട്ട് നമുക്ക് പ്രവചിക്കാൻ കഴിയുക. ഇതിൽ മന്ത്രിമാർ കൃത്യമായ നിലപാടെടുത്തില്ല എങ്കിൽ ഇത്തരം ദല്ലാളുമാരുടെ ആധിപത്യമായിരിക്കും ഭരണത്തിൽ ഉണ്ടായിരിക്കുക. സന്തോഷ് തോമസ് ആദ്യത്തെ ഒരു ചെറിയ പരൽമീനാണ്. ഇനി വരുന്നത് വലിയ സ്രാവുകളും തിമിംഗലങ്ങളുമാണ്. അതുകൊണ്ട് അവരെ കരുതിയിരിക്കുക. വരുന്നത് ദല്ലാൾ ഭരണമാണെങ്കിൽ പിണറായി വിജയനെ എങ്ങനെയാണോ ജനങ്ങൾ താഴെ ഇറക്കി നിർത്തിയത്, അതേപോലെ തന്നെ VD സതീശൻ ടീമിനെയും ജനങ്ങൾ താഴെ ഇറക്കി ഈ മണ്ണിൽ കാലുകുത്തി താഴെ ഇറക്കി നിർത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.